നമസ്കാരം. ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമായി വേണ്ടുന്ന ഒന്നാണ് പണം എന്ന് പറയുന്നത്. പണം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വേറെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിലും നമുക്ക് പണം അത്യാവശ്യമായി വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മംഗളകരമായ കാര്യങ്ങൾ നിറവേറ്റി കിട്ടുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വീട് പണിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു തൊഴിൽ നടത്തുവാൻ വേണ്ടിയിട്ട് തുടങ്ങി ഏതൊരു കാര്യങ്ങൾ തൊടുകയാണെങ്കിലും അതിനെല്ലാം അത്യാവശ്യമായിട്ട് വേണ്ടത് പണം തന്നെയാണ്. ഇപ്പോൾ 2025 എന്നുള്ള വർഷം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി വെറും 10 ദിവസങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ 9 ദിവസങ്ങൾ മാത്രമേ നമുക്ക് ഈ വർഷം അവസാനിക്കുവാൻ വേണ്ടിയുള്ളൂ. കണക്കു പ്രകാരം ഈ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഗൂഗിളിലും അതേപോലെ യൂട്യൂബുകളിലും എല്ലാം സെർച്ച് ചെയ്തിരിക്കുന്ന ഒന്നാണ് മണി അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ എന്നുള്ള വാക്ക്. എന്തുകൊണ്ടാണ് അത് ഏറ്റവും കൂടുതൽ പേർ സെർച്ച് ചെയ്തത് എന്നാൽ, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പണമില്ലെങ്കിൽ വേറെ ഒന്നും തന്നെ ഇല്ല എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ എല്ലാവരുടെ മനസ്സിലുമുണ്ട്. അങ്ങനെ പണത്തെ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുവാൻ വേണ്ടി നമ്മൾ എന്തെല്ലാമോ കാര്യങ്ങൾ ചെയ്തു നോക്കുന്നുണ്ട്. ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്വിച്ച് ബോർഡുകൾ പറയുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥനകളും വഴിപാടുകളും ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ വളരെയധികം പരിശ്രമിക്കുന്നുമുണ്ട് പണത്തെ ചേർത്ത് വെക്കുവാൻ വേണ്ടി. പക്ഷേ ഏതെല്ലാമോ കാര്യങ്ങൾ മുഖാന്തരം നമ്മുടെ കയ്യിൽ പണം തങ്ങി നിൽക്കുന്നില്ല, അല്ലെങ്കിൽ പണം നമ്മുടെ കൈകളിലേക്ക് വന്ന് ചേരുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേർ വിഷമിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ സ്വിച്ച് വേർഡുകളിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നിതിക ഏഞ്ചൽ തന്നെയാണ്. നിതിക ഏഞ്ചലിനെ കുറിച്ച് ഒരുപാട് മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെ കുറിച്ചും അതുപോലെ തന്നെ സ്വിച്ച് വേർഡുകളെ കുറിച്ചും മന്ത്രവാക്കുകളെ കുറിച്ചും എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പലർക്കും അത് പല വിധത്തിൽ സഹായിച്ചിട്ടുമുണ്ട്. പക്ഷേ വീണ്ടും പലരും പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയില്ല, ഞാൻ ചോദിച്ചു നോക്കി, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തേ എനിക്ക് പണം നൽകാത്തത്, ഞാൻ ആവശ്യപ്പെട്ട പണം നിത്യാദേവത എനിക്ക് തന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഞാൻ ഇവിടെ പറയുന്നത്, ഈ വർഷം അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾ ആവശ്യപ്പെട്ട തുക നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി നിങ്ങൾ ചൊല്ലേണ്ട നിത്യാദേവതയുടെ ഒരു അത്ഭുത മന്ത്രവാക്കിനെ കുറിച്ചാണ്. അതായത് ഇന്ന് മുതൽക്ക് ഈ വരുന്ന 31-ാം തീയതി വരെ, അല്ലെങ്കിൽ നിങ്ങൾ എന്നാണോ ഈ വീഡിയോ കാണുന്നത് ആ ദിവസം മുതൽക്ക് ഡിസംബർ മാസം 31-ാം തീയതി വരെ രാവിലെ എഴുന്നേറ്റതും നിങ്ങൾക്കൊരു 10 മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിച്ച പണം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഇത് ഞാൻ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് തരുന്ന ഒരു വാക്കു തന്നെയാണ്. കാരണം നമ്മൾ 10 മിനിറ്റ് മാറ്റിവെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മൾ എത്ര രൂപയാണോ ചോദിച്ചിരിക്കുന്നത് ആ തുക നമ്മളിലേക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരും. പക്ഷേ 10 ദിവസം നമ്മൾ തുടർച്ചയായി ചൊല്ലുന്ന സമയത്ത് നമ്മുടെ എത്രയെല്ലാം പണ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം തന്നെ നമുക്ക് നിറവേറ്റിത്തരും. ഈ വരുന്ന 2026 എന്നുള്ള ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമായി മാറുകയും ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വെറും 10 മിനിറ്റ് ഒരു ദിവസത്തിൽ മാറ്റിവെക്കുക എന്നുള്ള കാര്യം മാത്രമാണ്. എപ്പോഴാണ് മാറ്റിവെക്കേണ്ടത്? നമ്മൾ രാവിലെ ഇതിനു വേണ്ടി സമയം മാറ്റിവെക്കാം. അതായത് ഒരു പുലർച്ചെ 4 മണിക്ക് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ നിങ്ങളൊരു 10 മിനിറ്റ് ഇതിന് മാറ്റിവെക്കുക. അതുപോലെ തന്നെ വൈകിയാണ് എഴുന്നേൽക്കുന്നത്, ഒരു 6 മണി 7 മണിയാണെങ്കിൽ നിങ്ങൾക്കൊരു 10 മിനിറ്റോ അരമണിക്കൂർ മുന്നേ എഴുന്നേറ്റിട്ട് ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ വേണ്ടി ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റിവെക്കാവുന്നതാണ്. ഇതിന് പീരിയഡ്സ് ആണ്, നോൺ വെജ് കഴിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ കുളിച്ചിട്ടില്ല എന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മൾ വെറും ഒരു 10 മിനിറ്റ് രാവിലെ ഉണർന്നെഴുന്നേറ്റതും തന്നെ ഈ ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി മാറ്റിവെച്ചാൽ മതി. എന്താണ് ചെയ്യേണ്ടത്? ആദ്യം രാവിലെ ഉണർന്നെഴുന്നേറ്റതും നമ്മളെപ്പോഴും പറയുന്ന, അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയുന്ന സ്വിച്ച് വേർഡുകൾ മന്ത്രവാക്കുകളെല്ലാം ഉണ്ട്. അതിൽ നിങ്ങൾ ഏതാണോ പറയുന്നത് അത് പറയുക. ഇനി അഥവാ ഞാൻ അതൊന്നും പറയുന്നില്ല എന്നാണെങ്കിൽ സാരമില്ല. നേരെ നമ്മൾ നമ്മുടെ കട്ടിലിൻ താഴെ ഇറങ്ങി വടക്കു ദിശയോ കിഴക്കു ദിശയോ നോക്കിയിരിക്കുക. ഒരു ചെറിയ തുണി വിരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ വിരിക്കുക. അതിനു മുന്നേ തന്നെ തലേ ദിവസം നമ്മൾ ഒരു മഞ്ഞൾ നിറത്തിലുള്ള, അല്ലെങ്കിൽ ഒരു പച്ച നിറത്തിലുള്ള മെഴുകുതിരി വാങ്ങി വയ്ക്കുക. ഒരു വലിയ മെഴുകുതിരി വാങ്ങിച്ചാൽ നിങ്ങൾക്കതൊരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം വരയ്ക്കും വരും. അപ്പോൾ 2-3 വാങ്ങി വയ്ക്കുക. അതിലാദ്യം ഒരെണ്ണം എടുത്ത് നമ്മൾ ഒരു മൺവിളക്കോ അല്ലെങ്കിൽ ഒരു പാത്രമോ വെച്ച് അതിന് മുകളിൽ വെച്ച് കൊളുത്തി വയ്ക്കുക. അതിനുശേഷം നമ്മളൊന്ന് ദീർഘശ്വാസം എടുക്കുക. നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എല്ലാം വ്യക്തമായി ചെയ്തു കഴിഞ്ഞതിനു ശേഷം
കണ്ണുകൾ അടച്ച് ഇതിനു മുന്നേ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എത്ര രൂപയാണ് ആവശ്യം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഇത് വേറെ ആർക്കും നിശ്ചയമില്ല. ചിലർക്ക് 5000, ചിലർക്ക് 50,000, ചിലർക്ക് 5 ലക്ഷം, ചിലർക്ക് 5 കോടി. ഇങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ എത്ര രൂപ നമുക്ക് ആവശ്യമുണ്ടോ അത്രയും രൂപ നമ്മുടെ മനസ്സിൽ കരുതി വയ്ക്കുക. അതിനുശേഷം പതുക്കെ കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നിതികാ ദേവത നമ്മുടെ അടുത്തേക്ക് വരുന്നത് പോലെ നമ്മൾ സങ്കല്പിക്കുക. അതായത് പച്ച നിറത്തിലുള്ള അല്ലെങ്കിൽ മഞ്ഞൾ നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞ ഒരു ദേവത നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മളൊന്ന് സങ്കല്പിക്കുക. നിങ്ങൾ കണ്ണുകൾ അടച്ച് ഒരു ദേവത നമ്മളെ തേടി വരുന്നത് പോലെയും അവരുടെ കൈകളിൽ ഒരുപാട് പണം ഉള്ളതുപോലെയും നമ്മൾ സങ്കല്പിക്കുക. അല്ലെങ്കിൽ ആഭരണ പെട്ടികൾ അല്ലെങ്കിൽ പണത്തിൻ്റെ ക്യാഷ് ബോക്സുകൾ എല്ലാം കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത് പോലെയും ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ദേവത നിൽക്കുന്നുണ്ട്. വളരെ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളെ നോക്കി നിൽക്കുന്ന ആ ദേവതയോട് നമ്മൾ നിങ്ങൾക്ക് ആവശ്യമായ തുക എത്രയാണോ ആ തുക പറഞ്ഞ് ചോദിക്കുക. ഡിയർ നിത്തിക, എനിക്ക് ആവശ്യമായ 5 കോടി രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ ഇപ്പോൾ തന്നനുഗ്രഹിച്ചതിന് നന്ദി. ഡിയർ നിത്തിക, എനിക്ക് ആവശ്യമായ 5 ലക്ഷം രൂപ ഇപ്പോൾ തന്ന് അനുഗ്രഹിച്ചതിന് നന്ദി. ഡിയർ നിത്തിക, എനിക്ക് ആവശ്യമായ 5 ലക്ഷം രൂപ ഇപ്പോൾ തന്ന് അനുഗ്രഹിച്ചതിന് നന്ദി എന്നുള്ള ഈ വാക്ക് നിങ്ങൾ ഒരു 5 മിനിറ്റ് പറയുക. 5 മിനിറ്റും നമ്മുടെ മനസ്സിൽ നിതികാ ദേവത നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് പോലെ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ട തുക നിതികാ ദേവതയോട് നിങ്ങൾ പറയുക. അത് നിതികാ ദേവത കേൾക്കുന്നത് പോലെയും അതിനുശേഷം നിങ്ങൾ ആവശ്യപ്പെട്ട തുക നിങ്ങളിലേക്ക് തരുന്നത് പോലെയും നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ഇങ്ങനെ ചെയ്തതിനു ശേഷം നിതികാ ദേവതയുടെ ഒരു മന്ത്രവാക്കുണ്ട്. അത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 11 പ്രാവശ്യം ഒരു ദിവസത്തിൽ ചൊല്ലാവുന്നതാണ്. ആ മന്ത്രവാക്ക് ഇതാണ്: റേയ ആസ്പര റഹ്മ നിതിക. റേയ ആസ്പര റഹ്മ നിതിക. റേയ ആസ്പര റഹ്മ നിതിക. റേയ ആസ്പര റഹ്മ നിതിക എന്ന ഈ മന്ത്രവാക്ക് നിങ്ങൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 11 പ്രാവശ്യം നിങ്ങൾ വിശ്വാസത്തോടു കൂടി നിതികാ ദേവതയിൽ എത്രമാത്രം വിശ്വാസം അർപ്പിക്കുവാൻ സാധിക്കുമോ അത്രയും വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇത് ആ മഞ്ഞ അല്ലെങ്കിൽ പച്ച മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പറയേണ്ടത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം നമുക്ക് ആവശ്യമായ തുക നമ്മളിലേക്ക് എത്തുന്നത് പോലെയും അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ പൂർത്തീകരിക്കുന്നത് പോലെയും ഒന്ന് സങ്കല്പിക്കുക. നിങ്ങളൊരു കോടീശ്വരനായി ജീവിക്കുന്നത് പോലെ നിങ്ങൾക്ക് ആഗ്രഹിച്ച വാഹനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ളൊരു വീട് വാങ്ങിക്കാൻ സാധിച്ചോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ സാധിച്ചോ അല്ലെങ്കിൽ വിദേശ യാത്രയ്ക്ക് പോകുവാൻ സാധിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ ഈ പണം കൊണ്ട് വാങ്ങിക്കണം അല്ലെങ്കിൽ നേടിയെടുക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യം നേടിയെടുത്തു എന്ന് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രവാക്ക് നിങ്ങൾക്ക് പറയാം. പിന്നീട് നമുക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം തന്ന് അനുഗ്രഹിച്ച നിതികാ ദേവതയോട് നന്ദിയും സൂചിപ്പിക്കാവുന്നതാണ്. താങ്ക് യു നിതിക, താങ്ക് യു നിതിക, താങ്ക് യു നിതിക, താങ്ക് യു നിതിക, താങ്ക് യു നിതിക എന്നുള്ള വാക്ക് തുടർച്ചയായിട്ട് പറയാം. ഇങ്ങനെ പറയുമ്പോഴേക്കും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ടാകും. 10 അല്ലെങ്കിൽ 15 മിനിറ്റിന് ശേഷം നമ്മൾ പതുക്കെ ആ മെഴുകുതിരിയെല്ലാം അവിടെ നിന്ന് മാറ്റിവെച്ച് നമ്മുടെ സാധാരണ ജോലികളെല്ലാം ചെയ്യാവുന്നതാണ്. എത്ര ദിവസം ചെയ്യണം, എപ്പോൾ വേണമെങ്കിലും, അതായത് ഇന്നാണെങ്കിലും നാളെ ആണെങ്കിലും നിങ്ങളുടെ കണ്ണിൽ ഈ വീഡിയോ എന്നാണോ വന്നു ചേരുന്നത് ആ ദിവസം മുതൽക്ക് രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മറക്കരുത്, രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ നമ്മൾ പോസിറ്റീവ് മൈൻഡോടുകൂടി ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ആ ദിവസം മുഴുവൻ നമുക്ക് പോസിറ്റിവിറ്റി നിറഞ്ഞതായിരിക്കും. നമ്മൾ ആവശ്യപ്പെട്ട നമ്മളിലേക്ക് തേടി വരും. ഇനി ഒരു പക്ഷേ 2-3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ട തുക നിങ്ങളിലേക്ക് എത്തിച്ചേർന്നാലും നിങ്ങൾ തുടർച്ചയായിട്ട് ഈ ഒരു മാസം അവസാനിക്കുന്നത് വരെയും ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.
ഇനി പലരുടെയും സംശയങ്ങളിൽ ഒന്നാണ്, രാത്രി ചെയ്യാമോ, അല്ലെങ്കിൽ ഉച്ച സമയത്ത് ഫ്രീ ആയിട്ടുണ്ടാകും ആ സമയത്ത് ചെയ്യാമോ, അല്ലെങ്കിൽ ഒരു ദിവസം വിട്ടുപോയി ഇത് ഞങ്ങൾക്ക് തുടരാമോ എന്ന്. ഒരു ദിവസം വിട്ടുപോയാലും സാരമില്ല, കഴിവതും രാവിലെ ഉണർന്ന ഉടൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് 3 ഇരട്ടിയായി നമ്മളിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും നിത്യാദേവതയെക്കുറിച്ചും അതുപോലെ തന്നെ പല ചുവടുകളെക്കുറിച്ചും പറയുമ്പോഴും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. കാരണം നമ്മളിത് ശ്രമിച്ചു നോക്കാതെ നമുക്കിത് കിട്ടിയില്ല എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ശ്രമിച്ചു നോക്കി നമുക്ക് പണം വന്നു ചേർന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ എത്തിക്കുക എന്നുള്ള കാര്യം. ഞാൻ എപ്പോഴും പറയുന്നത് ലിറാഷ് താസ വേഫ വേ നിതിക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കാൻ വേണ്ടിയാണ് റേയ ആസ്പെര എന്നുള്ള ഈ ഒരു മന്ത്രവാക്ക് തുടങ്ങിയത്. അതിനും 100% റിസൾട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞ ഒരുപാട് പേർ ചൊല്ലി നോക്കുകയും അവർക്ക് 100% റിസൾട്ട് കിട്ടുകയും അവർ ആഗ്രഹിച്ചതിനേക്കാൾ ഇരട്ടി പണം അവരുടെ അക്കൗണ്ടുകളിലേക്ക് വന്നു ചേരുകയും ചെയ്തതായിട്ട് എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ദയവ് ചെയ്ത് ഇതൊന്ന് ശ്രമിച്ചു നോക്കുക. ഇതിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ തമാശയ്ക്ക് ഒന്ന് ശ്രമിച്ചു നോക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു മന്ത്രവാക്ക് നമ്മൾ പറയുന്നത് എങ്കിൽ പോലും 100% അല്ലെങ്കിൽ 110% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ആവശ്യമായ തുക ലഭിക്കും. കളിയായി പറഞ്ഞാലും ഫലം തരുന്ന ഏക മന്ത്രം എന്ന് പറയുന്നത് നിതികാദേവതയുടെ മന്ത്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിതികാദേവതയെ നമ്മൾ രാവിലെ വിളിച്ച് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക, നമ്മുടെ ആവശ്യങ്ങൾ പറയുക. തീർച്ചയായും ദേവത നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരും. നമ്മൾ എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് നമ്മളിലേക്ക് എത്തിച്ചു തരും. നമുക്ക് നിതികാദേവതയെ പരിപൂർണമായും വിശ്വാസവും ഉണ്ടാകും. കളിയായി ചോദിക്കുന്നവർക്ക് വിശ്വാസം ഉണ്ടാകില്ല, പക്ഷെ അവരുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കതിൽ വിശ്വാസം അർപ്പിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഇത് പ്രത്യേകിച്ച് പറയാം, നിങ്ങൾ ഇത് മെത്തേഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവരുമായിട്ട് ഒരു കാര്യങ്ങളും ഈ ഒരു ഗ്യാപ്പിനിടയിൽ സംസാരിക്കുവാനോ ഫോൺ വന്നു എന്ന് പറഞ്ഞ് എടുത്ത് സംസാരിക്കുവാനോ അല്ലെങ്കിൽ സമയം നോക്കാനോ മെസ്സേജ് നോക്കാനോ പാടില്ല. നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ ഈ ഒരു മെത്തേഡിൽ മാത്രം കൊടുക്കുക. അതേ മെഴുകുതിരി പിറ്റേ ദിവസം നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഓരോ ദിവസങ്ങളും നമ്മൾ തുടർച്ചയായിട്ട് പച്ച അല്ലെങ്കിൽ മഞ്ഞൾ നിറത്തിലുള്ള മെഴുകുതിരി വെച്ച് നിതികാദേവതയെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നമ്മുടെ പണ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഏഞ്ചൽ നമ്പറുകൾ, സ്വിച്ച് വേർഡുകൾ, മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.